وإذا حييتم بتحية فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه ومن أصدق من الله حديثا وإذا حييتم നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ ബിതഹിയ്യത്തിൻ ഒരു അഭിവാദ്യം കൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്യപ്പെട്ടാൽ ഫഹയ്യു നിങ്ങൾ അതിനെ മടക്കുക ബിഅഹ്സന മിൻഹാ അതിനേക്കാളും നല്ല നിലയിൽ മടക്കുക ഔ റുദ്ദൂഹാ അല്ലെങ്കിൽ അതേ നിലയിൽ അതിനെ മടക്കുക ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഹസീബാ തീർച്ചയായും അല്ലാഹു ഓരോ കാര്യങ്ങളെയും വിചാരണ ചെയ്യുന്നവനാകുന്നു അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ തീർച്ചയായും അല്ലാഹു നിങ്ങളെ അന്ത്യദിനത്തിലേക്ക് ഒരുമിച്ച് കൂട്ടുന്നതാണ് ലാ റൈബ ഫീഹി അതിൽ യാതൊരു സംശയവുമില്ല വമൻ അസ്ദഖു മിനല്ലാഹി ഹദീസാ അല്ലാഹുവിനേക്കാളും വലിയ സത്യം പറയുന്നവൻ ആരാണുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ആദ്യം നമ്മൾ ഉപദേശിക്കുന്നു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാകണം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം നന്നാകണം ഇസ്ലാം എന്ന് പറയുന്നത് വെറും ആരാധന മാത്രമല്ല പടച്ചവനോട് ഉത്തമമായ ബന്ധം പ്രവാചകരുമായി വലിയ അടുപ്പം പരലോകത്തിന് വേണ്ടിയുള്ള സൂക്ഷ്മത നിറഞ്ഞ സഞ്ചാരം ഇതിനോടുകൂടി ഇസ്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യനോടുള്ള ബന്ധവും നന്നായി തീരണം ഇഹലോക ജീവിതവും മംഗളമായി തീരണം അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം ചെയ്യണം സലാം പറയണം സലാം പറയുന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ് സലാം മടക്കുന്നത് നിർബന്ധമാണ് ഇസ്ലാമിക നിയമങ്ങളിൽ സലാമിന്റെ നിയമം മറ്റ് നിയമത്തെക്കാളും വ്യത്യസ്തമാണ് സലാം പറയൽ സുന്നത്താണ് എന്നാൽ സലാം മടക്കൽ നിർബന്ധമാണ് അല്ലാഹു തആല അതിന്റെ ശൈലി എപ്രകാരം മടക്കണമെന്ന് ഈ ആയത്തിൽ പറയുന്നു وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا നിങ്ങൾ പരസ്പരം കാണുമ്പോൾ അഭിവാദ്യം ചെയ്യണം സലാം പറയണം
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയണം. കുറഞ്ഞത് അസ്സലാമു അലൈക്കും എന്ന് പറയണം. അസ്സലാമു അലൈക്കും മീമിന് വമ്മു കൊടുക്കണം, ഐൻ ഉച്ചരിക്കണം, അലൈക്കും. അങ്ങനെ ആരെങ്കിലും സലാം പറഞ്ഞാൽ നിങ്ങൾ സലാം മടക്കണം. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. നിങ്ങളോട് ആരെങ്കിലും സലാം പറഞ്ഞാൽ നിങ്ങൾ അതിനേക്കാളും നല്ല നിലയിൽ അതിനെ മടക്കി. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് നിങ്ങൾ മടക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറയപ്പെട്ടാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. ഔ റുദ്ദൂഹാ, അല്ലെങ്കിൽ അതേ നിലയിലെങ്കിലും മടക്കി. ആരെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു, നിങ്ങളും അതേ നിലയിൽ വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയും. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. സലാം പറയുന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. ഒരു ഭാഗത്ത് പ്രാർത്ഥനയാണ്, മറുഭാഗത്ത് പരസ്പരം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കി തീർക്കും. സർവോപരി ഓരോ വാചകങ്ങൾക്കും അല്ലാഹു ഉന്നത പ്രതിഫലം നൽകും. ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരാൾ വന്ന് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞുകൊണ്ട് അരുളി, നിങ്ങൾക്ക് 10 കൂലി ലഭിക്കുന്നതാണ്. മറ്റൊരാൾ വന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞ് 20 പ്രതിഫലമുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. മൂന്നാമത്തെയാൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് മറുപടി പറഞ്ഞു. എന്നിട്ട് തങ്ങൾ അരുളി 30 പ്രതിഫലമുണ്ട്. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا إِنَّ اللَّهَ كَانَ عَلَى كُلِّ شَيْءٍ حَسِيبًا. ഓർക്കണം, അല്ലാഹു ഓരോ കാര്യങ്ങളെക്കുറിച്ചും കണക്ക് ചോദിക്കുന്നതാണ്. നിങ്ങളുടെ മുമ്പിൽ വാപ്പയെ എത്തിച്ചു, ഉമ്മയെ എത്തിച്ചു, സഹോദരനെ എത്തിച്ചു, സഹോദരിയെ എത്തിച്ചു, അയൽവാസിയെ എത്തിച്ചു, നിങ്ങളുടെ നാട്ടുകാരെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എത്തിച്ചു. അവരോട് സലാം പറഞ്ഞോ ഇല്ലയോ? അല്ലെങ്കിൽ മോശമായ വാക്ക് പറഞ്ഞോ ഇല്ലയോ? സലാം എത്ര പറഞ്ഞു, സലാം എത്ര മടക്കി, മോശമായ വാക്ക് എത്ര പറഞ്ഞു, എത്ര മടക്കി, ഇതിനെപ്പറ്റി എല്ലാം പടച്ചവൻ നാളെ വിചാരണ ചെയ്യുന്നതാണ്. ഇന്നല്ലാഹ കാന അലാ കുല്ലി ശൈഇൻ ഹസീബാ. അവസാനമായി പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു. അറിയുക, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരുമില്ല. ആകാശഭൂമികളിൽ ആരാധിക്കപ്പെടേണ്ടവൻ, മനസ്സുകൊണ്ടും നാവുകൊണ്ടും പ്രവർത്തനം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരാധിക്കപ്പെടേണ്ടവൻ സർവലോക പരിപാലകനായ അല്ലാഹുവാണ്. ലയജ്മഅന്നകും ഇലാ യൗമിൽ ഖിയാമ. തീർച്ചയായും അല്ലാഹു നിങ്ങളെല്ലാവരെയും
ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. ഓരോരുത്തരും മരിക്കും. മരണത്തിന് ശേഷം അല്ലാഹു എഴുന്നേൽപ്പിക്കും. അതിനുശേഷം പടച്ചവൻ ഓരോരുത്തരോടും വിചാരണ നടത്തും. അതിനുശേഷം പ്രതിഫലം, ശിക്ഷയോ രക്ഷയോ അല്ലാഹു നൽകും. ليجمعنكم إلى يوم القيامة لا ريب فيه. ആ ദിവസത്തിന്റെ വിഷയത്തിൽ യാതൊരു സംശയവുമില്ല, തീർത്തും ഉറപ്പായ കാര്യമാണത്. ومن أصدق من الله حديثا. അല്ലാഹുവിനേക്കാളും സത്യസന്ധമായി പറയുന്നവർ ആരാണുള്ളത്? പടച്ചവനേക്കാളും സത്യം പറയുന്നവൻ ആരുമില്ല. ആ അല്ലാഹു നിങ്ങളോട് പറയുന്നു, മരണാനന്തരം വിചാരണ നടത്തപ്പെടും ഒരു മഹാദിവസമുണ്ട്, സാഹചര്യമുണ്ട്. അല്ലാഹുവിനെ നിങ്ങൾ ആരാധിച്ചോ, അനുസരിച്ചോ, നിങ്ങളുടെ മനസ്സിനെ ആരാധിച്ചോ, പൂജിച്ചോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുപോലെ നിങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു, നിങ്ങളുടെ പെരുമാറ്റം എന്തായിരുന്നു, നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെയാണ് വർത്തിച്ചത്, നിങ്ങൾ മറ്റുള്ളവർക്ക് സലാമിന്റെ ആശംസകൾ നേർന്നിരുന്നോ, അതുപോലെ മറുപടിയായി വളരെ ബഹുമാനത്തോടെ സലാം മടക്കിയിരുന്നോ എന്ന് അല്ലാഹു നാളെ ചോദിക്കുന്നതും അതിന് പ്രതിഫലം നൽകുന്നതുമാണ്. അതുകൊണ്ട് നമ്മളുടെ സ്വഭാവം നന്നാക്കണം, പരസ്പരമുള്ള ബന്ധം ശരിയാക്കണം. ഇന്ന് ചിലർ ആർക്കും സലാം പറയാറില്ല. ചിലർക്ക് മാത്രം സലാം പറയും, ചിലർക്ക് പറയുകയില്ല. വീടിന് വെളിയിൽ ആൾക്കാരോട് സലാമ്, കലാമ്, വലിയ ബഹുമാനം. പാപ്പയോട്, ഉമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കൂട്ടുകാരോട്, കൂടപ്പുറപ്പുകളോട് വളരെ മോശമായ പെരുമാറ്റം. ഏറ്റവും കൂടുതൽ സലാം പറയാൻ അർഹർ നമ്മുടെ കുടുംബത്തിലുള്ളവരാണ്, അവരോട് സലാം പറയണം. അതുപോലെ ചിലർ സലാം പറയാറുണ്ട്, പക്ഷേ അക്ഷരങ്ങൾക്ക് തെറ്റുവരുത്തുന്നു, അതുപോലെ ഉച്ചാരണം ശരിയാക്കുന്നില്ല. നല്ല നിലയിൽ സലാം പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നും രക്ഷയും കാരുണ്യവും ഐശ്വര്യവും നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. എത്ര വലിയ പ്രാർത്ഥനയാണ്. അല്ലാഹു തആല സന്തോഷിക്കും, മലക്കുകൾ സന്തോഷിക്കും. ഓരോ അക്ഷരത്തിനും പടച്ചവൻ പ്രതിഫലം നൽകും. وَإِذَا حُيِّيتُم بِتَحِيَّةٍ فَحَيُّوا بِأَحْسَنَ مِنْهَا أَوْ رُدُّوهَا. നിങ്ങൾ സലാം പറയുകയും വേണം. പ്രത്യേകിച്ചും സലാം മടക്കണം, നിർബന്ധമാണ്. ആരെങ്കിലും സലാം പറഞ്ഞു മടക്കിയില്ല എങ്കിൽ കുറ്റക്കാരനായിത്തീരും. പടക്കത്തിന്റെ പേരിൽ സലാം പറഞ്ഞിട്ട് മടക്കാത്തവർ ചിന്തിക്കുന്ന എത്ര വലിയ തെറ്റാണ് ചെയ്യുന്നത്. فحيوا بأحسن منها أو ردوها إن الله كان على كل شيء حسيبا. الله لا إله إلا هو ليجمعنكم إلى يوم القيامة لا ريب فيه. ഓർക്കണം, ഒരു ദിവസം വരാറുണ്ട്, പടച്ചവന് എല്ലാവരെയും ഒരുമിച്ചു കൂട്ടും. ചെയ്ത കാര്യങ്ങളെ പറ്റി ചോദ്യം ചെയ്യും, രക്ഷാശിക്ഷകൾ നൽകും. ومن أصدق من الله حديثا. അല്ലാഹു ഏറ്റവും വലിയ സത്യസന്ധനാണ്. സദഖല്ലാഹു വസദഖ റസൂലുഹുൻ നബിയുൽ കരീം.